കാലിക്കലങ്ങളുമായി സപ്ലൈകോയിലേക്ക് ചെറുപുഴ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അരിയുടെ വില വർധനവ്, സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ഇല്ലായ്മ തുടങ്ങിയവയ്ക്കെതിരെയാണ് മാർച്ച് നടത്തിയത്. ചെറുപുഴ പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി സപ്ലൈകോ പരിസരത്ത് സമാപിച്ചു. KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു നാടായും ജനജീവിതം ദുസ്സഹമായ ഒരു നാടായും കേരളത്തെ മാറ്റിയ പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് ഇന്ന് നടത്തുന്ന കാലിക്കലങ്ങളുമായി സപ്ലൈകോയിലേക്ക് നടത്തുന്ന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ പ്രതിഷേധം ഏറ്റവും പ്രസക്തമാണ്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് 2016-ലെയും അതുപോലെ തന്നെ 2021-ലെയും ഇവരുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇവർ പറഞ്ഞ ആദ്യത്തെ വാഗ്ദാനം ഇനിയുള്ള 5 വർഷക്കാലം വിലക്കയറ്റം ഉണ്ടാവില്ല എന്നതായിരുന്നു. എന്നാൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സർവ്വവ്യാപിയായ വികസനം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സർവ്വവ്യാപിയായ വിലക്കയറ്റം എന്ന കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. വിലക്കയറ്റം അതിരൂക്ഷമാകുമ്പോൾ ഒരു സർക്കാർ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അതിനെ പിടിച്ചു നിർത്താൻ ഒരു സർക്കാരിന് സാധിക്കും. നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, ഒരു സർക്കാരിൻ്റെ കടമയാണ്. നമുക്കറിയാം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ അരിയും പച്ചക്കറിയും ഒക്കെ എത്തിയാൽ മാത്രമേ നമ്മുടെയൊക്കെ അടുക്കളയിൽ അടുപ്പ് പുകയുകയുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ നമ്മുടെ കേരളത്തിന് എങ്ങനെയാണ് ഇത്രയും രൂക്ഷമായ ഒരു വിലക്കയറ്റം നേരിടാൻ സാധിക്കുക? നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ചോറാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ 10 രൂപയാണ് കിലോയ്ക്ക് അരിയുടെ വില വർദ്ധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സാധാരണ കുടുംബത്തിന് അരി വാങ്ങി ഒന്ന് കഞ്ഞി വെക്കാൻ പോലും സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പാവപ്പെട്ട കർഷകർ വളരെ കഷ്ടപ്പെട്ട് അവർ കൊയ്തെടുക്കുന്ന നെല്ല് സംഭരിക്കാനുള്ള ഒരു സംവിധാനവും കൃത്യമായി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. സമയം തെറ്റി പെയ്യുന്ന മഴയും അതുപോലെ തന്നെ ഹോർട്ടികോർപ്പിലൂടെ സംഭരിച്ച ഇവരുടെ നെല്ലിനുള്ള പണവും ഈ സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് കടം കയറി കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി അധ്യക്ഷയായി. DCC നിർവാഹക സമിതി അംഗങ്ങളായ ആലയിൽ ബാലകൃഷ്ണൻ, തങ്കച്ചൻ കാവാലം, ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, ജില്ലാ സെക്രട്ടറിമാരായ മിനി വേണുഗോപാൽ, സെമീന റഷീദ്, ജോയ്സി ഷാജി, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, ലളിത ബാബു, ലൈസമ്മ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.